മരണം തൊട്ടുമുൻപിൽ നിൽക്കുമ്പോഴും ക്യാമറയ്ക്ക് മുന്നിൽ ആവേശത്തോടെ ഡയലോഗുകൾ പറഞ്ഞ് വിസ്മയിപ്പിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. മലയാള സിനിമയുടെ കറുപ്പും വെളുപ്പും നിറഞ്ഞ കാലഘട്ടത്തിൽ തന്റെ കരുത്തുറ്റ ശബ്ദം കൊണ്ടും അതുപോലെ തന്നെ പൗരുഷം തുളുമ്പുന്ന ഭാവം കൊണ്ടും ചക്രവർത്തിയായ ഒരു കലാകാരൻ, സത്യൻ മാഷ് എന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിച്ച മാനുവൽ സത്യനീശൻ നാടാർ. 1912 നവംബർ 9 തിരുവനന്തപുരത്ത് ഒരു സാധാരണ കർഷക കുടുംബത്തിലാണ് സത്യൻ മാഷി ജനിച്ചത്. പഠനത്തിൽ മിടുക്കനായിരുന്ന അദ്ദേഹം അധ്യാപകനായി തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. മാഷ് എന്ന വിളിപ്പേര് അവിടെ നിന്നാണ് അദ്ദേഹത്തെ പിന്തുടരുന്നത്. എന്നാൽ വിധി അദ്ദേഹത്തിന് വേണ്ടി കാത്തുവെച്ചത് മറ്റു ചില വഴികളായിരുന്നു. ലോകം മുഴുവൻ വ്യാപിച്ച രണ്ടാം ലോക മഹായുദ്ധം അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ചു. അധ്യാപക ജോലി ഉപേക്ഷിച്ച് അദ്ദേഹം പട്ടാളത്തിൽ ചേർന്നു. മ്യാൻമറിലെ വനങ്ങളിൽ യുദ്ധം ചെയ്ത ആ പട്ടാളക്കാരന്റെ അച്ചടക്കവും നിശ്ചയദാർഢ്യവുമാണ് പിന്നീട് അദ്ദേഹത്തിലെ നടനെ രൂപപ്പെടുത്തിയത്. യുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തിയ അദ്ദേഹം ട്രാവൻകൂർ സ്റ്റേറ്റ് പോലീസിൽ ഇൻസ്പെക്ടറായി ചുമതലയേറ്റു. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം തന്റെ സത്യസന്ധതയും കരുത്തും പ്രകടിപ്പിച്ച നാടാർ ഇൻസ്പെക്ടർ എന്ന പേരിൽ ചരിത്രത്തിൽ ഇടം പിടിച്ചത്. 1940കളിലെ കമ്മ്യൂണിസ്റ്റ് സമരങ്ങളുടെ കാലം. 1946 ഒക്ടോബർ മാസം ആലപ്പുഴയിലെ കർഷക തൊഴിലാളികൾ ആയുധമെടുത്ത് സമരത്തിനിറങ്ങിയ സമയം. സർ സിപിയുടെ കീഴിലുള്ള തിരുവിതാംകൂർ പോലീസ് കമ്മ്യൂണിസ്റ്റുകാരെ ഒന്നടങ്കം ആക്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് ഒളിവിൽ കഴിഞ്ഞിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ കൊടുക്കാനും പല കേസുകളിലും പ്രതികളായ യൂണിയൻ നേതാക്കളെ പിടികൂടാനും സർക്കാർ ചുമതലപ്പെടുത്തിയത് ആലപ്പുഴ നോർത്ത് സ്റ്റേഷനിലെ എസ് എ ആയിരുന്ന നാടാർ ഇൻസ്പെക്ടറെ ആയിരുന്നു. പുന്നപ്ര വയലാർ സമരമുഖത്ത് മുൻപന്തിയിലായിരുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ അക്കാലത്ത് നാടാർ ഇൻസ്പെക്ടറും സംഘവും പിടികൂടുകയും മർദ്ദിക്കുകയും ചെയ്തു. സമരക്കാരെയും കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയും ഉൾപ്പെടെ വിലങ്ങുവെക്കുകയും മർദ്ദിക്കുകയും ചെയ്തതോടെ നാടാർ ഇൻസ്പെക്ടറോടുള്ള സമരക്കാരുടെ രോഷം വർദ്ധിച്ചു. ആ കാലഘട്ടത്തിൽ നാടാർ ഇൻസ്പെക്ടർക്കെതിരെ പല ചുവരെഴുത്തുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം സമരകാലത്ത് ഒരു പോലീസുകാരൻ എന്ന നിലയിൽ താൻ നേതൃത്വം നൽകിയ അതിക്രമങ്ങളിൽ നാടാർക്ക് പശ്ചാത്താപമുണ്ടായിരുന്നു. ആ കാരണം കൊണ്ടാണ് 1968 പുന്നപ്ര വയലാർ എന്ന പേരിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം ഉദയ പ്രൊഡക്ഷൻ സിനിമയാക്കാൻ തീരുമാനിക്കുകയും അതിൽ ഒരു പ്രധാന വേഷം ചെയ്യണമെന്ന ആവശ്യവുമായി നിർമ്മാതാക്കൾ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹം പിന്മാറിയതും. തന്റെ 39ാം വയസ്സിലാണ് അദ്ദേഹം സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. ഇന്നത്തെ കാലത്ത് 39 വയസ്സിൽ ഒരു പുതുമുഖ നടനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. പക്ഷേ സത്യൻ മാഷ് അത് സാധിച്ചെടുത്തു. തന്റെ പോലീസ് യൂണിഫോം അഴിച്ചുവെച്ച് അദ്ദേഹം തിരശീലയിലെ വേഷങ്ങൾ അണിഞ്ഞു. 1952 ആത്മശാന്തി എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമയിലെത്തിയത്. നീലക്കുയിൽ എന്ന ചിത്രത്തിലെ ശ്രീധരൻ നായർ എന്ന കഥാപാത്രം മലയാള സിനിമയുടെ ചരിത്രം മാറ്റിമറിച്ചു. പിന്നീട് ചെമ്മീനിലെ പളനിയായും തച്ചോളി ഉദയനായും അദ്ദേഹം നിറഞ്ഞാടി. എന്നാൽ സത്യൻ മാഷിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടം അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയോടായിരുന്നു. സിനിമയിൽ ഉന്നതിയിൽ നിൽക്കുമ്പോഴാണ് ലുക്കീമിയ എന്ന രോഗം അദ്ദേഹത്തെ തേടിയെത്തിയത്. ഡോക്ടർമാർ വിശ്രമം നിർദ്ദേശിച്ചെങ്കിലും അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിലേക്ക് തന്നെ പോയി. ഓരോ ദിവസവും തന്റെ ശരീരത്തെ കാർന്നു തിന്നുന്ന വേദനയെ അദ്ദേഹം സിനിമയോടുള്ള സ്നേഹം കൊണ്ട് മറികടന്നു. ഓരോ ആഴ്ചയും ആരും അറിയാതെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തി അദ്ദേഹം അഭിനയിച്ചു. വേദന കൊണ്ട് ശരീരം വിറയ്ക്കുമ്പോഴും സംവിധായകൻ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ആ കണ്ണുകളിൽ ഒരു മികച്ച അഭിനേതാവിന്റെ തിളക്കം കാണാമായിരുന്നു. അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് തളർന്നു വീഴുമ്പോഴും തന്റെ ഭാവങ്ങൾ പൂർത്തിയാക്കാനുള്ള ആവേശത്തിലായിരുന്നു അദ്ദേഹം. ഉടൻ മരിക്കുമെന്ന് അറിഞ്ഞിട്ടും അത് പുറത്തു പറയാതെ അദ്ദേഹം സിനിമയെ പ്രണയിച്ചു. മരിക്കുന്നതിന് തൊട്ടു മുൻപ് അഭിനയിച്ച സിനിമയിൽ പോലും ആ മുഖത്ത് മരണത്തിന്റെ നിഴൽ വീണില്ല. രോഗത്തിന് കീഴടങ്ങാൻ തയ്യാറാകാത്ത ഇച്ഛാശക്തിയാണ് സത്യൻ എന്ന മനുഷ്യനെ ഒരു ഇതിഹാസമാക്കുന്നത്. 1971 ജൂൺ 15 തന്റെ 58ാം വയസ്സിൽ സത്യൻ മാഷ് വിട പറഞ്ഞെങ്കിലും അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങളിലൂടെ ഇന്നും അദ്ദേഹം നമ്മളോടൊപ്പം ജീവിക്കുന്നു. ദാരിദ്ര്യത്തോടും സാഹചര്യങ്ങളോടും പൊരുതി ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് നടന്നു കയറിയ ഒരു പോരാളിയായിരുന്നു സത്യൻ മാഷ്. പ്രതിസന്ധികൾക്ക് മുന്നിൽ പതറാതെ ലക്ഷ്യത്തിലേക്ക് കുതിച്ചുയരാൻ അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് പ്രചോദനമാകട്ടെ. മലയാള സിനിമയിലെ ആ നിത്യവിസ്മയത്തിന് പ്രണാമം. സത്യൻ മാസ്റ്ററുടെ ഏത് സിനിമയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? താഴെ കമന്റ് ചെയ്യുക.